ഒരു മില്യണറോ ബില്യണറോ ആകാൻ എന്ത് റിസ്ക് എടുക്കണം, എങ്ങനെ റിസ്ക് എടുക്കണം എന്ന് ആദ്യം പഠിക്കണം. നമ്മൾ ചുറ്റും ഒരുപാട് പേരുടെ കണ്ടുണ്ടാവും. അതായത് ഒരുപാട് കാലം ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ആ ജോലി നിർത്തിയിട്ട് പെട്ടെന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. എന്നുവെച്ചാൽ കുറച്ച് കാലം ഓടും, അത് കഴിഞ്ഞ് ബിസിനസ് പൊട്ടിപ്പോവും, അവസാനം ഒന്നുമില്ല, പിന്നെയും പഴയ പോലെ ജോലിക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും അല്ലേ. ഈ മില്യണേഴ്സിനും ബില്യണേഴ്സിനുള്ള കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുന്ന അസിമെട്രിക് റിസ്ക്സ് ആണ്. അതായത് ഒരു റിസ്ക് എടുക്കുമ്പോൾ അതിന് കൂടുതൽ അപ്സൈഡും കുറവ് ഡൗൺ സൈഡും ഉള്ള പോലെയായിരിക്കും. ഇത് നമ്മൾ ഒരുപാട് ബില്യണേഴ്സിൻ്റെയും സ്റ്റോറീസ് കണ്ടാൽ മനസ്സിലാവും. അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ചെറിയ ചെറിയ കമ്പനികളിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു 10 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോകുന്നത് ആ ഒരു എമൗണ്ട് മാത്രമേ പോകുള്ളൂ. അതിൽ ചിലപ്പോൾ 9 കമ്പനീസും പൊട്ടിപ്പോയേക്കാം. പക്ഷെ ആ ഒരു കമ്പനി വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പോയ പൈസേൻ്റെ ഒരു 100 ഇരട്ടി ലാഭം ആ ഒരു കമ്പനിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഇവർ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നത്. അതായത് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു എമൗണ്ട് മാത്രമേ പോകുള്ളൂ, പക്ഷെ കിട്ടുമ്പോൾ അത് 100 ഇരട്ടി അല്ലെങ്കിൽ 1000 ഇരട്ടി ആയിരിക്കും. ഈ സെയിം സ്ട്രാറ്റജി നമ്മുടെ ലൈഫിലും അപ്ലൈ ചെയ്യാൻ പറ്റും. പൈസൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ ഇടത്തിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചോ. ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ നിങ്ങളതിന് മാറ്റി വയ്ക്കുന്നു. മാറ്റി വെച്ച് അഥവാ അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോബ് കിട്ടിയത് അതിൽ ഫുൾ ടൈം ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്താ? ജസ്റ്റ് ഒരു 1-2 മണിക്കൂർ ഒരു ദിവസം നഷ്ടമാവും. ഇവിടെ നിങ്ങൾക്ക് പോയാൽ പോകുന്നത് വെറും 2 മണിക്കൂർ. പക്ഷേ കിട്ടിയ ഒരു ജീവിതം തന്നെ മാറിയും. അതേപോലെ ഒരു സ്കില്ല് ലേൺ ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു സ്കില്ല് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിന് ഇത്ര ക്യാഷ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഥവാ അവിടെ അത് സക്സസ് ആയില്ലെങ്കിലും പോയി കഴിഞ്ഞാൽ പോകുന്നത് ചിലപ്പോൾ കുറച്ച് പൈസ മാത്രമേ, ആ കോഴ്സിൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു സ്കില്ല് നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾ എത്ര സ്കിൽഡ് ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിനെയാണ് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയുക. അതായത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകുള്ളൂ, പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ അതൊരു 100 ഇരട്ടി 1000 ഇരട്ടി റിട്ടേൺസ് കിട്ടുന്നത് പോലെ ആയിരിക്കും.